Hi, so this is going to be the second part of our long video. സോ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 3 മാസം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് 6 മന്ത്സ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ് ടു ഡെലിവറി. സോ സെക്കൻഡ് ഡോസ് ഓഫ് ടി ടി, അതായത് ആ ഫസ്റ്റ് ഡോസ് നമ്മൾ ഓൾറെഡി 12 വീക്സിൽ വെച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യൂഷ്വലി NT സ്കാൻ കഴിഞ്ഞിട്ടാണ് ടി ടി വെക്കാൻ പറയാറ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡോസ് നമുക്ക് 1 മന്ത് കഴിഞ്ഞു. സോ ഞങ്ങൾ സെക്കൻഡ് വിസിറ്റിലായിരിക്കും നിങ്ങൾ സെക്കൻഡ് ഡോസ് വെക്കുന്നത്. ഓക്കെ, അതായത് 1 മന്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ചെക്കപ്പിൽ, അതായത് ആഫ്റ്റർ 12 വീക്സ് നമ്മൾ നെക്സ്റ്റ് മന്ത് വരുമ്പോൾ ആ ഒരു ചെക്കപ്പിൽ നെക്സ്റ്റ് നമ്മൾ ഡെയിലി എന്ത് ചോദിച്ചാൽ പേഷ്യൻറ്റ് വരുമ്പോൾ അവരുടെ BP നോക്കും, പൾസ് നോക്കും, വെയിറ്റ് നോക്കും, ക്ലിനിക്കലി എക്സാമിൻ ചെയ്യും. എക്സാമിനേഷനിൽ എന്തുണ്ടാവും വെച്ചാൽ ഗർഭപാത്രം വളർന്നിട്ടുണ്ടോ, ആ ഒരു കറക്റ്റ് ആഴ്ചയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കുട്ടിക്ക് വളർച്ച ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വിസിറ്റ് എന്ന് പറയുന്നത് 1 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് 5-ാം മാസത്തിലെ സ്കാൻ എടുക്കാനുള്ള സമയമായി. അതാണ് അനോമലി സ്കാന്. സോ യൂഷ്വലി നമ്മൾ അനോമലി സ്കാൻ 18 ആഴ്ച മുതൽ 22 ആഴ്ചയുടെ ഉള്ളിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ നമ്മൾ കുട്ടിക്ക് മേജറായിട്ട് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മേജർ സ്ട്രക്ചറൽ അനോമലീസ് നമ്മൾ പറയും, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടിയുടെ ഹാർട്ടിൻ്റെ എക്കോ സ്കാനും കൂടി അതിൻ്റെ കൂടെ ചെയ്യാം. പ്രിഫറബിളി നമ്മൾ 24 ആഴ്ചയിലാണ് അത് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു റിസ്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ, അതായത് പേഷ്യൻ്റ് ഏജ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ പ്രീവിയസ് കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങളുള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് ദർ ഈസ് സം സ്പെഷ്യലിസ്റ്റ് കോൾഡ് ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്. ഇപ്പം അവരെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഗർഭപാത്രത്തിലുള്ള കുട്ടികൾക്ക് സ്കാൻ ചെയ്യാനുള്ള സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പം ഫീറ്റൽ മെഡിസിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ അവരുടെ അടുത്തേക്കാണ് ഞാൻ യൂഷ്വലി വിടാറ്. കാരണം അവർ ഏർലി ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രക്ചറൽ വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. സോ പ്രിഫറബിളി നിങ്ങൾക്ക് എന്തെങ്കിലും കോമോർബിഡിറ്റീസോ എന്തെങ്കിലും റിസ്കോ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു വിസിറ്റ് എ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്. അപ്പം ആ സ്കാൻ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു സമയത്ത് നമ്മളുടെ ഹീമോഗ്ലോബിൻ്റെ അളവും പ്ലേറ്റ്ലെറ്റിൻ്റെ അളവും ഒക്കെ നമുക്കൊന്ന് റീചെക്ക് ചെയ്യാം. ഇതേപോലെ തൈറോയിഡ് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എല്ലാ ട്രൈമിസ്റ്ററിലും തൈറോയിഡിൻ്റെ വാല്യൂസ്, അതായത് എല്ലാ 3 മാസത്തിലും തൈറോയിഡിൻ്റെ വാല്യൂസ്, ഇപ്പോൾ വളരെ അധികമായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ ആഫ്റ്റർ 6 വീക്സ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതിനനുസരിച്ച് നമ്മൾ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു, ആദ്യത്തെ 3 മാസത്തിൽ തൈറോയിഡിൻ്റെ അളവ് 2.5-ന് താഴെയാണ് നമ്മൾ വെക്കേണ്ടത്. അടുത്ത 6 മാസത്തിൽ 3-ൻ്റെ താഴെയായിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. സോ അതിനനുസരിച്ച് നമ്മൾ മെഡിസിൻസ് എന്ത് ചെയ്യണം വെച്ചാൽ മാറ്റണം. ഓക്കെ, പിന്നെ യൂറിൻ്റെ ടെസ്റ്റ്, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കാനുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട് ഈ വിസിറ്റിലൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലഡ് ടെസ്റ്റ് 5 മാസത്തിൽ. പിന്നെ ഇതേപോലെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ 12 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ അയണും ഫോളിക് ആസിഡും കുടിക്കണം. ഓക്കെ, അപ്പം അയണും ഫോളിക് ആസിഡ് നമ്മുടെ അമ്മേൻ്റെ ശരീരത്തിലുള്ള അയണാണ് കാൽഷ്യം, അതൊരു പാരസൈറ്റാണ് കുട്ടി എന്ന് പറയുന്നത്. നമുക്കുള്ളതൊക്കെ അത് വലിച്ചെടുക്കും. അപ്പം നമുക്കത് സ്റ്റോർ റീപ്ലെനിഷ് ചെയ്യണം, നമ്മുടെ ഡിമാൻഡ് കൂടുതൽ. അപ്പോൾ അയണും കാൽഷ്യം നിർബന്ധമായിട്ട് കഴിക്കണം. കാൽഷ്യം കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ പ്രീ എക്ലാംഷ്യ, അതായത് പ്രഗ്നൻസി സമയത്തുള്ള BP-യും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പഠനങ്ങളുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് കാൽഷ്യം. അതേപോലെ നിങ്ങൾ ഫുഡിൽ കൂടുതൽ പാല്, മുട്ട, അങ്ങനത്തെ പ്രോട്ടീൻ ഡയറ്റുകൾ കൂടുതൽ ഉൾപ്പെടുത്തുക. ഷുഗർ പരമാവധി കുറയ്ക്കുക. അങ്ങനത്തെ ഒരു ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ചില ആൾക്കാർക്ക് ഒരു 17 ആഴ്ചയൊക്കെ ആകുമ്പോൾ കുട്ടീൻ്റെ മൂവ്മെൻറ്റ് അറിയാൻ തുടങ്ങും. ബട്ട് പ്രിഫറബിളി ഒരു 22-24 വീക്സ് ആകുമ്പോഴത്തേക്ക് എന്തായാലും നമുക്കൊരു ചെറിയൊരു ക്ലിക്കിംഗ് സൗണ്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു 24 to 20, അത് നിങ്ങളുടെ അടുത്ത മാസം പിന്നെ നിങ്ങളുടെ വിസിറ്റ്, ആ ഒരു സമയത്ത്, അത് 24 to 28 ആഴ്ചയുടെ ഉള്ളിൽ യു ഹാവ് ടു ഡു എ ഷുഗർ ടെസ്റ്റ്. അതായത് നമ്മൾ ഷുഗർ കുടിച്ചിട്ടുള്ള ടെസ്റ്റാണ് അപ്പോൾ ചെയ്യുന്നത്. 75 ഗ്രാം ഗ്ലൂക്കോസ് കുടിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റാണ് നമ്മൾ ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫർദർ ആയിട്ടുള്ള ടെസ്റ്റിംഗ്സ് നമ്മൾ ചെയ്യും. അതിൻ്റെ കട്ട് ഓഫ് 140 ആണ്. ഓക്കെ, അപ്പം ആ സമയത്ത് നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഇതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഗ്രൂപ്പുള്ള ആൾക്കാരാണെങ്കിൽ, അമ്മയ്ക്ക് അച്ഛൻ പോസിറ്റീവ് ഗ്രൂപ്പും ആണെങ്കിൽ നമ്മൾ ICT എന്ന് പറഞ്ഞ ടെസ്റ്റ് 28 ആഴ്ചയിൽ ഒന്നും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, പിന്നെ 28 ആഴ്ചയിൽ, അതായത് 7-ാം മാസം നമ്മൾ പറയും കൊളോക്കിയലായിട്ട്, ആ ഒരു മാസത്തിലാണ് നമ്മൾ കുട്ടിയുടെ ഗ്രോത്ത് സ്കാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. കുട്ടിയുടെ വളർച്ച എത്രയുണ്ട്, ചുറ്റുമുള്ള ഫ്ലൂയിഡ്സിൻ്റെ അളവ് എത്രയുണ്ടെന്ന്. അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് മന്ത്ലി സ്കാൻസ് പറയും. ഒന്നും പ്രോബ്ലംസ് ഇല്ലെങ്കിൽ നമുക്ക് ഡെലിവറിനോട് അനുബന്ധിച്ചിട്ട് കുട്ടീൻ്റെ വെയിറ്റൊക്കെ അറിയാനുള്ള, ഒരു ഗ്രോത്തൊക്കെ അറിയാനുള്ള ഒരു സ്കാൻ മാത്രം മതിയാവും. ഓക്കെ, ഇനി 7 മാസത്തിന് ശേഷം നമ്മളെപ്പോഴും പ്രിഫറബിളി ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. കാരണം മേജറായിട്ടുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ യൂട്രസിൻ്റെ ബാക്ക് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ബേബി അത്രയും വെയിറ്റ് അല്ലേ. അപ്പോൾ ഗ്രാവിഡ് യൂട്രസ്, അത് ഗർഭിണിയായിട്ടുള്ളൊരു യൂട്രസ് എന്ന് പറയുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ടായിരിക്കും. അത് പോയിട്ട് എന്താ വെച്ചാൽ ഈ മേജർ ധമനികളൊക്കെ കംപ്രസ് ചെയ്തിട്ട് കുട്ടിയിലേക്കും കാലിലേക്കുമൊക്കെ ബ്ലഡ് ഫ്ലോ കുറയുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. 28 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ കുട്ടീൻ്റെ മൂവ്മെൻറ്റ്സ് ഡെയിലി ചെക്ക് ചെയ്യണം. ഓക്കെ,
അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് 3 നേരം ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് 1 മണിക്കൂർ ബേബീൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കണം. അത് എന്തെങ്കിലും കുറവുണ്ട് 3 മൂവ്മെൻറ്റ്സ് എങ്കിലും വേണം. അതിൽ കുറവുണ്ടെങ്കിൽ യു ഹാവ് ടു വിസിറ്റ് യുവർ ഗൈനി. പിന്നെ കൺസേണിങ് ആയിട്ടുള്ളത് വെച്ചാൽ ഈ ഒരു ഏകദേശം 28 ആഴ്ച അല്ലെങ്കിൽ ഒരു 30 ആഴ്ചൻ്റെ ഇടയിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഹീമോഗ്ലോബിൻ ഒക്കെ നോർമൽ ആണെന്ന് ഉറപ്പ് വരുത്തണം. തൈറോയിഡ് ഇഫ് നീഡഡ് ചെയ്യണം. ഓക്കെ. പിന്നെ മന്ത്ലി ചെക്കപ്പാണ് 28 ആഴ്ച വരെ. 28 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ ട്വൈസ് വീക്ക്ലി ചെക്കപ്പാണ് പറയുന്നത്. ആഫ്റ്റർ 36 വീക്സ് വീക്ക്ലി ചെക്കപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. ചില പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം, എന്തെങ്കിലും കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഈ ഫ്രീക്വൻറ്റ് വിസിറ്റ് ഒക്കെ ആവശ്യമുണ്ടായിരിക്കും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് യുവർ പ്രഗ്നൻസി ഫ്രം 3rd months ടു ഡെലിവറി. ഓക്കെ. പിന്നെ ആഫ്റ്റർ 37 വീക്സ് പറയാൻ മറന്നൊരു കാര്യം എന്താ വെച്ചാൽ ചിലപ്പം ഇൻറ്റേർണലായിട്ട് അടിയിൽ കൈവച്ച് പരിശോധിക്കും 37 ആഴ്ചയ്ക്ക് ശേഷം. 37 ആഴ്ചയാണ് കുട്ടിക്ക് പ്രായപൂർത്തിയായി എന്ന് പറയുന്നത്. ആഫ്റ്റർ 37 വീക്സ് ബേബി ഡെലിവറി ആയി കഴിഞ്ഞാൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബേബീൻ്റെ ECG പോലത്തെ ടെസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ബേബീൻ്റെ വെൽബീങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാൻ പറ്റും. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞു വന്നത് ഇൻറ്റേർണൽ എക്സാമിനേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ കുട്ടിക്ക് വരാനുള്ളൊരു സ്പേസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഇഫ് ഇൻ ബിറ്റ്വീൻ പെയിനോ അല്ലെങ്കിൽ വെള്ളം പോകുന്ന പോലത്തെ ഫീലിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. ഓക്കെ. താങ്ക് യു.